നിതിസാറിന്റെ ക്ലാസ് ആയിരുന്നു ആദ്യം. കഴിഞ്ഞ ദിവസത്തെ ശില്പ മേഡത്തിന്റെ ക്ലാസ്സുകളെ ഒരു ഓർമ്മപ്പെടുത്തിയിരുന്നതിനായിരുന്നു യാത്ര. ബാങ്കിങ്ങും ലോൺ എന്ന വിഷയത്തിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒന്നുകൂടി പറഞ്ഞു പോയത് ഇന്നലെ ക്ലാസ്സുകളിൽ വരാത്തവർക്കും വളരെ ഉപകാരപ്രദമായിരുന്നു. PMEGP അഥവാ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, കൈവല്യ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, അതേപോലെ വനിതകൾക്കായിട്ടുള്ള പലിശരഹിത വായ്പാ പദ്ധതിയായിട്ടുള്ള ശരണ്യ പദ്ധതി, സുകന്യ സമൃദ്ധി യോജന അഥവാ SSY, 10 വയസ്സ് താഴെയുള്ള പെൺകുട്ടികൾക്കുള്ളത്, പിന്നെ നവജീവൻ പദ്ധതി മുതിർന്ന സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ളത്, തുടങ്ങിയ പദ്ധതികൾ വിശദീകരിക്കുന്നതോടൊപ്പം ഇൻഷുറൻസ് മേഖലയിലൂടെ കടന്നുപോയി PMSBY പ്രധാനമന്ത്രി സുരക്ഷ ബീമാ യോജന, PMJJY പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയവ വിശദമായി പറയുകയുണ്ടായി. പിന്നെ ഒരു ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പണം അടക്കുന്നതിനനുസരിച്ച്, അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പണം അടക്കുന്നതിനനുസരിച്ച് മുതൽ കുറഞ്ഞു വരിക എന്നുള്ള, അത് അതിന്റെ ഉദ്ദേശം ഫ്ലാറ്റ് റേറ്റ് പറഞ്ഞെന്ന് തോന്നുന്നു. ഫ്ലാറ്റ് റേറ്റ്, അപ്പോൾ അതായത് നമ്മൾ അടക്കുന്നതിന് മുതൽ കുറഞ്ഞു വരുന്ന സ്കീം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളായിരുന്നു, അതിന്റെ അർത്ഥങ്ങളൊക്കെ പറയുമായിരുന്നു. ഉദാഹരണത്തിന് KYC, പാന്, ATM, OTP തുടങ്ങിയ വാക്കുകളൊക്കെ അങ്ങനെയാണ്, എന്താണ് അതിനെപ്പറ്റിയൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ അവസാനമായിട്ട് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ശേഷം വിനോദ് സാറിന്റെ ക്ലാസ് ആയിരുന്നു. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ എഡ്യൂസിനെ പരിചയപ്പെടുത്തുകയായിരുന്നു സാർ. ബൂട്ടിംഗ് തുടങ്ങി ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് പ്ലേ ചെയ്യുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ വളരെ ലളിതമായി സാറ് കാണിച്ചു തന്നു. ബൂട്ടിങ് നമുക്കറിയാലോ, സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തനം സജ്ജമാകുന്ന വരെയുള്ള ആ സമയത്തിന്. അതിനുശേഷം ഡെസ്ക്ടോപ്പ്, ഫസ്റ്റ് കാണുന്ന ഡിസ്പ്ലേയിൽ നിന്ന് ഡെസ്ക്ടോപ്പിൽ നിന്നും എഡ്യൂസിന്റെ ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നിന്ന് ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് എടുക്കുന്നു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ ബിറ്റുകൾ സെലക്ട് ചെയ്യണം. 8 ബിറ്റ് 10 ബിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രൊജക്റ്റിന്റെ നെയിം കൊടുക്കാവുന്നതാണ്. പ്രൊജക്റ്റിന് നെയിം കൊടുത്തു. സേവ് എന്ന ഭാഗത്ത് നമ്മൾ ഏത് ഡ്രൈവിലാണോ സെലക്ട് ചെയ്യേണ്ടത്, സാറിൻ്റെ ഇന്നലെയാകുമ്പോൾ C ഡ്രൈവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു ലാബുകളിലാകുമ്പോൾ കൂടുതൽ ഡ്രൈവ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏത് ഡ്രൈവാണോ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത് അതിലേക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. പിന്നെ ഫയലിൽ ഇമ്പോർട്ട് ചെയ്യണം, പ്രൊജക്റ്റ് ഇമ്പോർട്ട് പ്രൊജക്റ്റ് കൊടുക്കുക. പിന്നെ B എന്ന് അടിച്ചതിന് ശേഷം, അതായത് ബാസ്കറ്റ് നല്ല ചുരുക്കാണെന്നാണ് പറഞ്ഞത്, B അടിച്ചതിന് ശേഷം എൻ്റർ അടിക്കുക. പിന്നെ സെലക്ട് ഡ്രൈവ് ഒരു പ്രാവശ്യം ഫയൽ ഓപ്പൺ ചെയ്ത് മുഴുവൻ വീഡിയോസും, സെലക്ട് ചെയ്ത വീഡിയോസ് മുഴുവൻ അവിടെ കാണും. നമ്മൾ Ctrl+A പ്രസ് ചെയ്യുമ്പോൾ മുഴുവൻ അത് സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ഓളിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+A എന്ന് പറയുന്നത്. ഇപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ അടിക്കുക. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ചെയ്തു വെച്ച എല്ലാ ഫയലുകളും ബാസ്കറ്റിലേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ടൈം ലൈൻ, അഥവാ നമ്മൾ അടിയിൽ കാണുന്ന ഭാഗത്തിന് ടൈം ലൈൻ വർക്ക് ഏരിയ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് മുഴുവൻ ഫയലുകളും വലിച്ചിടുക. ഇടത് ഭാഗത്തായിട്ട് വീഡിയോ ട്രാക്ക്, ഓഡിയോ ട്രാക്ക്, 2 ട്രാക്കുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്ത് വെക്കാവുന്നതാണ്. പിന്നെ ഓഡിയോയുടെ നമ്മൾ ഇപ്പോൾ ചെയ്തു വെച്ചതിന് ഓഡിയോ വീഡിയോ ഒന്നായിട്ടുള്ള ഒരു ഫയലാണ് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം ഓഡിയോ ആണ് വേണ്ടതെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്യാനും വീഡിയോ ആണെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ അൺലിങ്ക് കൊടുത്ത് ആവശ്യമുള്ള ഏതാണോ, ഓഡിയോ ആണ് വേണ്ടതെങ്കിൽ വീഡിയോ റിമൂവ് ചെയ്യുക, വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഓഡിയോ റിമൂവ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലെങ്ത് വലിപ്പം കൂട്ടാൻ വേണ്ടി Ctrl- അത് ആവശ്യാനുസരണം നമുക്ക് അധികം വലിപ്പം കൂട്ടാനും കുറക്കാനും കഴിയുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഫയൽ വെക്കേണ്ട ഏരിയ റൂളറിന് മേലെ കാണിച്ചത് 0 മുതൽ അങ്ങോട്ട് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ 0 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വേറെ എൻട്രി ആയിട്ട് ഫസ്റ്റിൽ എന്തെങ്കിലും നെയിം അതിൽ കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ച് വിട്ടിട്ട് 1 അത്രയും ആവശ്യാനുസരണം സെലക്ട് ചെയ്യുകയാണ്. പിന്നെ കൂടുതൽ ക്ലിപ്പുകൾ, ഒരുപാട് ക്ലിപ്പ് വലിച്ചിട്ടുണ്ട്, ടംബ്ലൈൻ വലിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യാനുസരണം പ്ലേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ Ctrl+C തന്നെയാണ് കോപ്പി എന്നതിൽ എടുക്കുന്നത്. പിന്നെ Ctrl+V പേസ്റ്റ് ആണ്. ആദ്യ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് കൊടുത്തിട്ട് ആവശ്യം നോക്കിയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കൊടുക്കുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്.
പിന്നെ ബി അടിച്ച് പിൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് എഫക്റ്റ് ടെക്സ്റ്റ് എഫക്റ്റും എന്നിവയിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ടെക്സ്റ്റ് എഫക്റ്റിനകത്ത് എഫക്റ്റിൽ കുറേ എഫക്റ്റ് ഉണ്ട്, അതുപോലെ ടെക്സ്റ്റിൻ്റെ മൂവും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ റെക്കോർഡിംഗ് ടൈമാണ് പറഞ്ഞത്. ഇപ്പോൾ കോപ്പി പേസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്ത ഭാഗം ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീഡിയോ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് Alt U ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു വീഡിയോയിലേക്ക് ഒന്നിൽ കൂടുതൽ ഓഡിയോസ്, അതായത് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ പിന്നെ ചെയ്യണമെങ്കിൽ ആ BGM-ന്റെ സൗണ്ട് കൂട്ടാൻ കുറക്കാനൊക്കെ പറ്റും. ആ ട്രാക്ക് ഒരു അഡീഷണൽ ട്രാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഒന്നിൽ കൂടുതൽ, അപ്പം സെക്കൻഡ് ട്രാക്കാണ് അതിന് പറയുന്നത്. പിന്നെ നമുക്ക് ടൈറ്റിൽ ട്രാക്ക് പ്ലഗിൻസ് കൊടുത്ത് ലെറ്റർ ടൈപ്പ് സെലക്ട് ചെയ്യാം. നമുക്ക് പല രീതിയിലുള്ള ലെറ്റർ ടൈപ്പുകൾ എഫക്റ്റുകളൊക്കെ അതിലുണ്ട്. അതിന് ആവശ്യാനുസരണം ലെറ്റർ എഫക്റ്റീവാണ്. പിന്നെ ഫോണ്ട് സ്റ്റൈല് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് വളരെ വാക്കുകൾ വലുപ്പം കൂട്ടാനും കുറക്കാനൊക്കെ കഴിയും. ആനിമേഷൻ കൊടുത്ത് വളരെ ഭംഗിയാക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസും അതിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള റെക്റ്റാങ്കിൾ ഉണ്ടാവും, അവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാം അവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ. പിന്നെ എല്ലാ വീഡിയോ ക്ലിപ്പും ശരിയായി അനുയോജ്യമായ ഓഡിയോകളും സെറ്റ് ചെയ്ത് ടൈറ്റിൽ കൊടുത്ത് എല്ലാം പൂർണ്ണമായി കഴിഞ്ഞാൽ ഫോർമാറ്റിംഗ് ബാറിൽ രണ്ടാമത്തെ ഒരു ചതുരവും മേലോട്ട് ഒരു അമ്പടയാളം വെച്ചിട്ടുള്ള സാധനമുണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. എക്സ്പോർട്ട് കൊടുക്കുക, അതിൽ നിന്ന് പ്രിന്റ് ഫയൽ കൊടുത്ത് വീഡിയോ ഫയലാക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ MPEG ചെയ്യുമ്പോൾ ചില TV-കളിലും മൊബൈലിലൊക്കെ സ്മൂത്ത് വർക്കിങ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ MPEG 2 സെലക്ട് ചെയ്താൽ എല്ലാ നെറ്റിലും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതോടെ വീഡിയോ എടുക്കാൻ ഇതുവരെയുള്ള ഇതുവരെയുള്ള വേർഷനിൽ ഇറങ്ങിയിരിക്കുന്ന MPEG 2 കൊടുക്കുന്നതായിരിക്കും നല്ലതാണ്. ഫോണുകളിലൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടും. പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതിലേക്കാണ് CD അങ്ങനെ ഏത് ഡ്രൈവിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ അവിടത്തേക്ക് സെലക്ട് ചെയ്ത് പിന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ പറയാൻ വിട്ടൊരു കാര്യം, സ്ലോ മോഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഭാഗം മാത്രം സ്ലോ മോഷൻ ആകുവാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് Alt കൊടുത്തിട്ട് ആവശ്യാനുസരണം സ്പീഡ് സ്ലോ മോഷനിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പോർട്ട് വിജയകരമായി പൂർത്തീകരിക്കാൻ അപ്പോൾ സമയം നമ്മൾ എത്ര സമയം എടുക്കും, 10 മിനിറ്റോട് ഇന്നലെ അങ്ങനെയാണ്. 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ചെയ്യാൻ ഏകദേശം 5 മിനിറ്റോളം വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ഫയലായി നമ്മുടെ വർക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് പ്രാക്ടിക്കൽ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ 4 പേർ വീതമുള്ള ഗ്രൂപ്പുകളാക്കി ഒരാൾ പോർട്രേറ്റ് ഫോട്ടോയും 3 പേര് നിർത്തിക്കൊണ്ട് ഗ്രൂപ്പിലെ മറ്റേ ആൾ ഓരോ ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കുവാനായിരുന്നു പറഞ്ഞത്. എല്ലാവരും അത്തരത്തിൽ എടുത്ത് കാണിക്കുകയും പോരായ്മകൾ തിരുത്തി വീണ്ടും എടുത്ത് ശരിയാക്കുകയും ചെയ്തു. ഒടുവിൽ വൈകുന്നേരത്തെ ചായന് ശേഷം 2 ഗ്രൂപ്പുകളായി തിരിക്കുകയും ഓരോ ഗ്രൂപ്പിലും ഫോട്ടോ എടുക്കുന്ന ആളൊഴികെ മറ്റെല്ലാവരും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പിൽ 10 പേരും മറ്റേ ഗ്രൂപ്പിൽ 9 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ 9 ഫോട്ടോയും ഒരു ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പ് 10 ഫോട്ടോയും കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ദേശീയ ഗാനത്തോടുകൂടി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ മനോഹരമായി അവസാനിക്കുകയുണ്ടായി. നന്ദി, നമസ്കാരം.